നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ഒരു കുട്ടി ശ്രുതി ആ ശ്രുതിയുടെ കാര്യത്തിൽ കൊടുത്ത വാക്ക് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണം. നിങ്ങൾ നേരിടാൻ പോകുന്നത് LDF നേരിടാൻ പോകുന്നത് 5 ഗ്യാരണ്ടികളടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക രണ്ടും ഒരേ ദിവസമാണ് പുറത്തു വന്നത്. KSRTCയിൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് വിദ്യാർത്ഥിനികൾക്ക് സ്കോളർഷിപ്പ്, ഇതൊക്കെ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് ജനങ്ങളെ ആകർഷിക്കാൻ സാധ്യതയില്ലേ? UDFിൻ്റെ പ്രകടന പത്രിക ആ ഗ്യാരണ്ടിയിൽ അല്പം ആശങ്കയുണ്ടോ? UDF എന്ത് പറഞ്ഞാലും ജനങ്ങൾ അത് മുഖവിലക്കെടുക്കില്ല. ഇപ്പോൾ നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ഒരു കുട്ടി ശ്രുതി ആ ശ്രുതിയുടെ കാര്യത്തിൽ കൊടുത്ത വാക്ക് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണം. ആ കുട്ടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൗകര്യം വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഇവരെ വാക്ക് വിശ്വസിച്ചത്. ഇതാണ് റെഗുലേറ്റർ കംബ്രിഡ്ജ്, ഉള്ളിലൂടെ നമ്മളിപ്പോൾ പോകുന്നത്. പറഞ്ഞോട്ടെ. അപ്പോൾ ആ കുട്ടി ഇവരുടെ വാക്ക് വിശ്വസിച്ചാണ് ഗവൺമെൻറ്റിൻ്റെ കാശ് വേണ്ട, അല്ല ഗവൺമെൻറ് വീട് വേണ്ട, മറ്റേ സഹായം കിട്ടിയാൽ മതി, ബാക്കി ഇവർ സഹായിച്ചോളും എന്ന് പറഞ്ഞിട്ട് പോയത്. 15 ലക്ഷം രൂപ അങ്ങനെയാണ് വാങ്ങുന്നത്. അതെ. ഇപ്പം ആ കുട്ടി കഷ്ടത്തിലായില്ലേ, വീട് കിട്ടിയില്ല. എന്തൊരു പ്രയാസമാണത്. അങ്ങനെയൊരു അവസ്ഥയിൽ എത്തിക്കാൻ പാടുണ്ടോ? സാധാരണ നിലയിൽ അത്തരം ഒരു വാക്ക് പോലും പാലിക്കാൻ കഴിയാത്തവർ ഏത് വാക്കാ പാലിക്കുക? ഏത് വാക്കിലാണ് വിലയുള്ളത്? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ജനങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഈ ശ്രുതിയുടെ കാര്യത്തിൽ ടൗൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയാം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയമാണ്, അങ്ങേക്ക് പ്രഖ്യാപനം നടത്താൻ കഴിയില്ല. പക്ഷേ എങ്കിലും അത് പരിഗണിക്കേണ്ടതല്ലേ? കാര്യം ആ കുട്ടിയെ സംബന്ധിച്ച് ആ പൈസ തിരിച്ചടയ്ക്കാം, എനിക്ക് ടൗൺഷിപ്പിൽ ഒരു വീട് വേണമെന്നാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അല്ല, അത് ഞാനിപ്പോൾ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല, പിന്നീട് സംസാരിക്കാം. പക്ഷേ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തീരുമാനമുണ്ടാവും, പിന്നീട് സംസാരിക്കാം. ചട്ടലംഘനത്തിൻ്റെത് മാത്രമല്ല, അതിനകത്ത് വേറെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഇത് കുട്ടിയുടെ മാത്രമല്ല, അങ്ങനത്തെ ആളുകൾ വന്നാൽ എന്താണ് സമീപനം? എല്ലാം പൊതു സമീപനമല്ലേ എടുക്കാൻ പറ്റും ഗവൺമെൻറ്റിന്. അതെ. അപ്പോൾ ഇതേതെങ്കിലും തരത്തിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യക്കാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതെ, അവരോട് എന്ത് സമീപനം എന്നത് ഗവൺമെൻറ് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ എന്തായാലും അത് പഠിച്ചതിന് അതെ. പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ അതൊന്നുമില്ല കേട്ടോ. ഈ കുട്ടിയുടെ കാര്യത്തിൽ അതൊന്നുമില്ല. പൊതുവായിട്ട് അങ്ങനെ ഒരു താല്പര്യം വന്നാൽ അതുകൂടി അഡ്രസ്സ് ചെയ്തിട്ട് അതെ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുണ്ടാവും. നോക്കാം. ശരി. മറ്റാരുണ്ട് LDF അല്ലാതെ?